ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഞാനൊരു ന്യൂ റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, അമ്മച്ചി യമനി റൊട്ടി പറയുന്ന സാധനം ഉണ്ടാക്കി തരാമായിരുന്നു. അപ്പം പൊറാട്ടിനേക്കാൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാൻ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പം നമുക്ക് നേരെ ഇട്ടിട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ആവശ്യത്തിന് മൈദ എടുക്കുക. അപ്പം ഉമ്മച്ചി എടുക്കുന്നത് ഈ ഒരു ഗ്ലാസ്സിന് 4 ഗ്ലാസ്സാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഉമ്മച്ചി ഇങ്ങനെ ഓരോ ഗ്ലാസ് എടുത്ത് ഇങ്ങനെ അരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, മൈദ നമ്മൾ കുഴക്കുന്നത് ചോറ് കൊണ്ടാണ്. അപ്പം ചോറിൽ 2 കപ്പ് 4 കപ്പ് മൈദക്ക് 2 കപ്പ് ഇതാണ് ചോറാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ 1 ഗ്ലാസ് വെള്ളത്തിലാണ് പേസ്റ്റ് ആക്കി എടുക്കേണ്ടത്. പേസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മളത് ഉപയോഗിച്ച് നമ്മൾ കുഴക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നമ്മൾ നല്ല സോഫ്റ്റ് ആക്കിയതിന് ശേഷം ഇതൊരു പാത്രത്തിൽ മൂടി വെക്കണം. ഇതൊരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇത് നമ്മൾ ചപ്പാത്തിനേക്കാൾ വലിയ ഉരുളകളാക്കിയാണ്ട് വെക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് ഉരുളകളാക്കി നമ്മളിത് ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ പരത്തുക. പക്ഷേ കുറച്ച് കട്ടി കുറഞ്ഞ് പരത്തുക. പിന്നെ പരത്തിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഓയിൽ ഒന്ന് തേച്ച് കൊടുക്കുക. അതിന് ശേഷം അതിലേക്ക് നമ്മൾ പൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ഭാഗം ഒന്നിങ്ങനെ മടക്കി കൊടുക്കുക. പിന്നെ അവിടെ പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ അപ്പുറം ഭാഗം മടക്കി കൊടുക്കുക, പൊടി ഇട്ട് കൊടുക്കുക. ഇതേ റൂളിൽ തന്നെ പോവുക. പിന്നെ നമ്മൾ മറ്റേ ഭാഗത്തേക്കൊന്ന് മടക്കി കൊടുക്കുക. പിന്നെയും പൊടി ഇട്ട് കൊടുക്കുക, മടക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ പിന്നെ ഉണ്ടല്ലോ, ഉമ്മച്ചി ഇങ്ങനെ ആക്കുന്ന കണ്ടിട്ട് എനിക്കൊരു പൂതി. അപ്പോൾ ഞാനും ചെയ്യാതിരിച്ചാണ്ട് ഞാൻ ചെയ്യുന്നതാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉമ്മച്ചി ഇങ്ങനെ എനിക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഉമ്മച്ചിനെ കണ്ടിങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങളെല്ലാം അങ്ങനെ ആക്കി. അപ്പോൾ ഇനി നമുക്കിത് ഒരു ചതുര ഷേപ്പിൽ പരത്തിയതിന് ശേഷം നമ്മളിത് പാനിലേക്ക് ഇടുക. അതിന് ശേഷം നമ്മൾ ഓയിലൊന്ന് തേച്ച് കൊടുക്കുക. പിന്നെ അപ്പുറം ഭാഗത്തും ഇതേപോലെ ഓയിൽ തേച്ച് കൊടുക്കുക. അപ്പം ഇങ്ങനെ തന്നെയാണ് നമ്മളെല്ലാം ചുടേണ്ടത്. അപ്പം ഇത്രേ ഉള്ളൂ കേട്ടോ, ഇത്രയും സിമ്പിളായിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങളെങ്ങനെ എല്ലാം ചുട്ടെടുത്തു. അപ്പോൾ ഞാൻ യമനി റൊട്ടിൻ്റെ ഒപ്പം കൂട്ടുന്നത് ബീഫ് കറിയാണ്. അപ്പം ഇതിങ്ങനെ നല്ല ലെയർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിൽ 4 ലെയർ ഉണ്ടാവും. അപ്പം ഇനി ഞാനിത് തിന്നിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറഞ്ഞുതരേ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിത് തിന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് പൊറാട്ടിനേക്കാൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. ഇത് ബീഫ് കറീൻ്റെ ഒപ്പം കൂട്ടിയപ്പം ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം.